പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യേശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മറക്കാനാവാത്ത നല്ലൊരു കുടുംബമുണ്ട്. ആ കുടുംബം ദിവ്യകാരുണ്യനാഥനെ ഒത്തിരി സ്നേഹിക്കുന്ന കുടുംബമാണ്. പക്ഷെ അവര് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയൊന്നുമില്ല. സാമ്പത്തികമായിട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകും, അല്ലെങ്കിൽ വലിയ അല്ലലില്ലാതെ പോകും. അവരോട് ഞാൻ ഒരിക്കൽ ഞങ്ങളെ ഒരുമിച്ച് ഒരു കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്ന അധികാരി, ആ അധികാരിയുടെ മേൽ മറ്റൊരു അധികാരിയുണ്ട്. ആ അധികാരിയോടെ ഇനി മുതൽ പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ സമ്പത്തുണ്ടാകുവാൻ, കുറച്ചുകൂടി അങ്ങനെ കുടുംബം ഭദ്രമാകുവാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഈ ഭൂമിയിൽ കാണുന്ന നമ്മുടെ മുകളിലുള്ള അധികാരിയേക്കാൾ ഉപരിയായ ഒരു അധികാരി, അത് ദിവ്യകാരുണ്യനാഥനാണ്, അത് ദൈവമാണ്, അത് ദൈവത്തിന് പുത്രനാണ്. ആ ദിവ്യകാരുണ്യനാഥനോട്, എല്ലാവരുടെയും ഉടയവനായ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്ന്. അങ്ങനെ ആ കുടുംബത്തലവന്റെ ജോലി കൊടുത്തിരുന്ന ആ ആളിൻ്റെ അപ്പനായ ഈശോയോട് ഈ മകൻ പ്രാർത്ഥിച്ചു തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ പോലും അറിയാതെ മറ്റൊരു കമ്പനിയിലേക്ക്, ജോലിയിലേക്ക് മാറ്റമാണ് ദൈവം കൊടുത്തത്. അങ്ങനെ ഒത്തിരി സമ്പത്തിലേക്ക് വന്നു. അതിന് കാരണമായിട്ട് ഈ മകൻ പറയുക, ഇങ്ങനെ അധികാരിയുടെയും അധികാരിയായ ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാൻ അച്ഛൻ പറഞ്ഞു തന്നതാണ് എന്നാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്, ദിവ്യകാരുണ്യനാഥനെ കാണുവാനും തൊടുവാനും, അവന്റെ വസ്ത്രം, അവന്റെ മുഖം, അവന്റെ ചെരുപ്പ് എല്ലാം കാണുവാനും നിങ്ങൾ എത്രയോ ആഗ്രഹിക്കുന്നു. എന്നാൽ കാണാനും സ്പർശിക്കാനും മാത്രമല്ല, അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഭക്ഷണവും പാനീയവും ഊർജവുമായി മാറുന്നുണ്ട്. അതാണ് ഈശോ എന്ന ദിവ്യകാരുണ്യം. അപ്പോൾ നമുക്കൊരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാ പ്രത്യേകതകളും ഒക്കെ നമുക്ക് അടുത്ത് കാണുന്നതിനേക്കാൾ ഉപരിയായി ദൈവമായ കർത്താവ് തന്നെ തന്റെ ശരീരത്തങ്ങൾ തന്നുകൊണ്ട് നമ്മൾ ഒരുവനായി തീരുന്നു. മാക്സിമിലിയൻ കോൾവേ പറയുക, മാലാഖമാർ മനുഷ്യരെ കുറിച്ച് അസൂയപ്പെടുന്ന ഒരേ ഒരു കാര്യം അത് പരിശുദ്ധ കുർബാന മാത്രമെന്നാണ്. പരിശുദ്ധ കുർബാനയിൽ മാലാഖമാർക്കുള്ളതിനേക്കാളും വലിയ സ്ഥാനം പുരോഹിതനും ദൈവജനത്തിനും ഒക്കെ ദൈവമായ കർത്താവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന ബലി അർപ്പിക്കുന്ന സമയത്ത് മാലാഖമാർ മാറി നിന്ന് അത് കണ്ട് അത് ആസ്വദിക്കുകയാണ്. അപ്പൊ അതിനേക്കാൾ ഉപരിയായ സ്ഥാനമാണ് നമുക്കുള്ളത് എന്നാണ് അവരൊക്കെ പറയുക. ലിയോ 13 മാർപ്പാപ്പ പറയുക, ലോകത്തിന്റെ രക്ഷ ദിവ്യകാരുണ്യത്തിലൂടെ ആയിരിക്കുമെന്നാണ്. മറ്റൊരു മാർഗവുമില്ല ഈ ലോകത്തെ രക്ഷിക്കുവാൻ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക്. അത് ആ തിരുസക്രാരിയിൽ നമുക്ക് വേണ്ടി സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ വഴി ലഭിക്കുന്ന കൃപ മാത്രമാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നുണ്ട്, ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. ഇന്ന് പുരോഹിതരെ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, തങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം ജീവിക്കുന്ന ദിവ്യകാരുണ്യമാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ജീവിതത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിച്ച് കരയേറുവാൻ, ഉന്നതിയിലെത്തുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകുമ്പോൾ ഞാൻ പറയും, ദിവ്യകാരുണ്യനാഥന്റെ ശക്തി നമ്മൾ അതുവഴി ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കുകയാണ്. നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ സഹായം തേടാം. നിങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങയെ കാണുവാനും തൊടുവാനും മാത്രമല്ല, അത് അങ്ങയെ സ്പർശിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ഭക്ഷണവും പാനീയവും ഊർജവുമായി അങ്ങ് മാറുന്നുണ്ട്. ആ ശക്തി ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കുന്നു, അത് ഞങ്ങൾ സ്വന്തമാക്കുന്നു, പ്രഘോഷിക്കുന്നു. ഇപ്പോൾ തന്നെ അങ്ങ് കരനീട്ടി ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ ആ ആശീർവാദത്തിന്റെ ശക്തി, ദൈവികത്തിന്റെ ശക്തി ലോകത്തിന് മുമ്പിൽ അനുഭവപ്പെടുകയാണ്. നാഥ, നന്ദി, എല്ലാത്തിനും നന്ദി. ആശീർവദിക്കണമേ, ഞങ്ങളെ നിലനിർത്തണമേ, മരണം വരെ വിശുദ്ധരായി കാക്കണമേ. കർത്താവ് ശംസിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.